ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ക്വാർട്ടർ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് യോശുവ എന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ്. കഴിഞ്ഞ 5 ശബദിനം നമ്മൾ അതുതന്നെ പഠിച്ചു. ഇന്ന് 6ാമത്തെ ശബദാണ്. വിഷയം അകത്തെ ശത്രു. അകത്തെ ശത്രു. അതിൻ്റെ മനഃപ്പാഠവാക്യം: ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. യിരെമ്യാവ് 17:10. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായ അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ കർത്താവ് നൽകി തരുന്ന അവസരങ്ങൾക്കായും അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഇന്ന് അകത്തെ ശത്രുവിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം കർത്താവെ അത് ധന്യമാക്കി തീർക്കാം എന്നുള്ളൊരു ചിന്ത, അത് ചിന്തിക്കുവാനും കർത്താവെ അതിൻ്റെ സത്യം കണ്ടെത്തുവാനും അനുഗ്രഹിക്കണമേ. ശ്രോതാക്കളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തിരുവചനം കേട്ട് കർത്താവെ ദൈവഭാഗത്ത് നിൽക്കുവാനും ദൈവസ്നേഹത്തിലായി തീരുവാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അടിയനെ അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും പങ്കെടുക്കണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ മനഃപ്പാഠവാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഈ മനഃപ്പാഠവാക്യം ഇവിടെ വളരെ അന്വർത്ഥമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പാഠം പഠിച്ചു തീരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും. ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഈ ഭാഗം കാണുന്നത് യിരെമ്യാവ് 17:10. ഇസ്രായേൽ ജനത ഉടമ്പടിയുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥവും പഠിച്ചത് ദാരുണമായ ഒരു അനുഭവത്തിലൂടെയാണ്. ആ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ വിവരിക്കുന്നത് യോശുവ 7-ാം അധ്യായത്തിലാണ്. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം നമ്മളിവിടെ കാണുന്നത്. ഉടമ്പടിയിലെ നിബന്ധനകൾ അനുസരിക്കുമ്പോൾ വിജയവും അത് അവഗണിക്കുമ്പോൾ പരാജയവും കൊണ്ടുവരുന്നു. ഇസ്രായേലിൻ്റെ എന്നത്തെയും വിജയം അവരുടെ എണ്ണത്തിലോ യുദ്ധതന്ത്രങ്ങളിലോ സമർത്ഥമായ അവയുടെ ഉപയോഗങ്ങളിലോ ഒന്നുമല്ല, അവരോടൊപ്പമുള്ള ദൈവിക യോദ്ധാവിൻ്റെ സാന്നിധ്യത്തെ ആണ് ആശ്രയിച്ചിരുന്നത്. ശരിക്കും തങ്ങളുടെ ഏറ്റവും അപകടകരമായ ശത്രു ഒരിക്കൽ പോലും പാളയത്തിന് പുറത്തല്ല, പാളയത്തിന് അകത്താണ് എന്ന സത്യം വാഗ്ദത്ത നാട് കൈവശപ്പെടുത്തുന്നതിന് ഇടയിൽ ഇസ്രായേൽ ജനത പഠിച്ചു. ഇസ്രായേലിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരിക്കലും കനാന്യ നഗരങ്ങളുടെ കെട്ടുറപ്പുള്ള മതിലുകളോ അവരുടെ സൈനിക സാങ്കേതിക വിദ്യകളോ ആയിരുന്നില്ല. മറിച്ച് കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം അവഗണിച്ച് സ്വന്തം പാളയത്തിലെ വ്യക്തികളുടെ ധാർഷ്ട്യമായിരുന്നു അതിനുള്ള കാരണം. എന്നാൽ നമ്മൾ ഒരു കാര്യത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്തിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്? അത് സ്വർഗീയ അവകാശത്തിനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. കൊലോസ്യർ 3:24 അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിപ്പീൻ. ശരി, ഇന്നത്തെ കാലഘട്ടത്തെ അവകാശത്തിനായി, സ്വർഗീയ അവകാശത്തിനായി നോക്കിയിരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് അത് തരും എന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിപ്പീൻ എന്നാണ് കൊലോസ്യരിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നാം നമ്മുടെ വാഗ്ദത്ത ദേശത്തിൻ്റെ അതിർത്തിയിലായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വസ്തത പരീക്ഷിക്കപ്പെടുന്നു. ഇസ്രായേൽ ജനതയും അതിർത്തിയിൽ, കനാൻ നാടിൻ്റെ അതിർത്തിയിൽ വന്നപ്പോഴാണ് അവർക്ക് ഏറ്റവും വലിയ പരീക്ഷ നേരിട്ടത്. അപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കീഴടങ്ങുന്നതിലൂടെ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ കഴിയൂ. ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഉടമ്പടിയുടെ ലംഘനം.
ഹായി നിവാസികളോട് ഇസ്രായേൽ പരാജയപ്പെടുവാൻ 2 കാരണങ്ങളുണ്ടായിരുന്നു. അവിടെ ഹായിൽ യുദ്ധം നടത്തുവാൻ അവർ പോയി, അവർ പരാജയപ്പെട്ട് പിൻവാങ്ങി. അതിന് 2 കാരണമാണ്. അതും യോശുവ 7-ാം അധ്യായത്തിലാണ് കാണുന്നത്. ദൈവം കൊടുത്ത നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ജനം എരിഹോ പട്ടണം പിടിച്ചു. വളരെ വിജയകരമായിട്ട് തന്നെ എരിഹോ പട്ടണം ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവർ പിടിച്ചു. എന്നാൽ ആ നിർദ്ദേശം എന്താണ് എന്നും അത് അവർ പരിപാലിച്ചോ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ആ നിർദ്ദേശം? ദൈവം പറഞ്ഞു, ആ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കും. ഏതെങ്കിലും ശപഥാർപ്പിത വസ്തു എടുത്ത് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തു ഒന്നും എടുക്കരുത്, അത് തൊടാതിരിക്കുവാനും സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒന്നും എടുക്കരുത്, അത് തൊടാതിരിക്കുവാനും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും ഒക്കെയും അവ കൊണ്ടുള്ള പാത്രങ്ങൾ യഹോവയ്ക്ക് വിശുദ്ധം, അത് യഹോവയുടെ ഭണ്ഡാരത്തിലേക്ക് ചേരേണ്ടതാണ്. ഇത്രയുമാണ് ദൈവം കൊടുത്ത നിർദ്ദേശം. എന്നാൽ ആഖാൻ ദൈവത്തോട് പാപം ചെയ്തു. ദൈവം കൽപ്പിച്ചതിന് വിപരീതമായി ശപഥാർപ്പിത വസ്തുക്കൾ എടുത്തു. എന്തൊക്കെയാണ് എടുത്തത്? കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോണിയൻ അങ്കി, മേലങ്കിയാണ്, ബാബിലോണിയൻ മേലങ്കി, 200 ശേക്കെൽ വെള്ളി, 50 ശേക്കെൽ ഭാരമുള്ള ഒരു സ്വർണ്ണക്കട്ടി. ഇത്രയുമാണ് എടുത്തത്. ശരിക്കും എന്താ ചെയ്തതെന്നറിയാമോ? ഇതെടുത്ത് കൊണ്ടുപോയിട്ട് തൻ്റെ സ്വന്തം കൂടാരത്തിൻ്റെ നടുവിൽ നിലത്തത് കുഴിച്ചിട്ടു. ആഖാന്റെ പാപവും ഇസ്രായേലിയുടെ സ്വന്തം ശക്തിയിലുള്ള അമിത വിശ്വാസവുമാണ് ഹായിൽ തോക്കാൻ കാരണം. 1. 2, ഹായിക്കെതിരായ പോരാട്ടത്തിൽ ഒരിക്കൽ പോലും അവർ ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞില്ല. ദൈവം അവരോട് നിർദ്ദേശിച്ചില്ല ഹായി പോയി യുദ്ധം ചെയ്യാൻ. എന്നാൽ എരിഹോ പിടിക്കുന്ന സമയത്ത് ദൈവം കൽപ്പിച്ചു, നിങ്ങൾ പോയി എരിഹോ പിടിക്കുക. അപ്പോൾ ഇവിടെ 2 വലിയ തെറ്റാണ്. 1, അവർക്ക് ഭയങ്കര അമിത വിശ്വാസമുണ്ടായി. 2, അവർ ദൈവത്തിൻ്റെ ഇഷ്ടം ചോദിച്ചില്ല. ആഖാനാണ് പാപം ചെയ്തത്. എങ്കിലും ഇസ്രായേൽ ജനത മുഴുവൻ പാപം ചെയ്തതായിട്ടാണ് ദൈവം കണക്കാക്കിയിരിക്കുന്നത്. ഇവിടെ പാപത്തിന്റെ കാഠിന്യത്തെ വിവരിക്കുന്നതിന് ഇവിടെ 2 എബ്രായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 1 ഖാദ, 2 ഗാം. എന്നാൽ ഖാദയിൽ തുടങ്ങി ഗാമിൽ അവസാനിക്കുക. അബാർ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കടക്കുക. അവരാദ്യം അതിക്രമിച്ച് കടന്നു, പിന്നെ ശപഥാർപ്പിതം എടുത്തു. എന്താണ് ഈ ശപഥാർപ്പിതം? നാശത്തിന് സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നാശത്തിന് വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് എടുക്കുക. അപ്പോൾ ഈ ശപഥാർപ്പിതം എന്ന് പറഞ്ഞാൽ ദൈവം നാശത്തിനായിട്ട് വെച്ചിരുന്ന സാധനമാണ്, അത് എടുക്കുക. പിന്നെ മോഷ്ടിച്ചു, വഞ്ചന അവിടെ കാണിച്ചു. മോഷ്ടിച്ച വസ്തു അവരുടെ കൂടാരത്തിൻ്റെ നടുവിൽ തറയിൽ കുഴിച്ചിട്ടു. ആഖാൻ എന്ന വ്യക്തിയാണ് പാപം ചെയ്തത്. എന്നാൽ ഇസ്രായേൽ ജനം മുഴുവനും പാപം ചെയ്ത നിലയിലാണ് ദൈവം പ്രഖ്യാപിച്ചത്. ഒരു വ്യക്തിയുടെ തെറ്റ് സമൂഹത്തെ മുഴുവനും അശുദ്ധമാക്കും. ദൈവം പറയുന്നു ഇസ്രായേൽ പാപം ചെയ്തു എന്നുള്ള, ആഖാൻ പാപം ചെയ്തു എന്നല്ല ദൈവം പറഞ്ഞത്, പകരം ഇസ്രായേൽ പാപം ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്താണ് എന്ന് വെച്ചാൽ എന്താണ്? യഹോവയും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ഉടമ്പടി വ്യക്തിതലത്തിലും അത് സമൂഹ തലത്തിലുമായിരുന്നു. അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രം അല്ല അവിടെ പാപം. ദൈവം ചെയ്ത ഉടമ്പടി വ്യക്തിതലത്തിലും സമൂഹ തലത്തിലും ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ സമൂഹത്തിനുള്ളിലെ ഒരു വ്യക്തിയുടെ മോശം പ്രവർത്തികളിൽ നിന്ന് മുഴുവൻ സമൂഹവും അനേകമായ ദുരന്തത്തിൽ കൂടി കഴിഞ്ഞു പോകേണ്ടി വന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിൻ്റെ ഒരു വ്യക്തി പാപം ചെയ്താൽ മുഴുവൻ ജനതയും അതിൻ്റെ കഷ്ടം അനുഭവിക്കണം എന്ന ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് യോശുവ 7-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ അത്രയുമാണ് ഞായറാഴ്ചത്തെ ഭാഗം. നമ്മൾ തിങ്കളാഴ്ചത്തിലെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ആഖാന്റെ പാപം പ്രത്യേകമായി എടുത്തിവിടെ പറയുന്നു. യോശുവ 7-16 മുതൽ 19 വരെയുള്ള ഭാഗത്താണ് ഈ ആഖാന്റെ പാപത്തെക്കുറിച്ച് പറയുന്നത്. ആഖാൻ തന്നെയാണ് പാപം ചെയ്തതെന്ന് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടത്? അത് ശരിക്കും ഇന്ന് ഒരാൾ ഒരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ അങ്ങ് തെറ്റുകാരനാക്കും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല.
ആഖാൻ തെറ്റു ചെയ്തു എന്ന് എങ്ങനെ വ്യക്തമായി കണ്ടുപിടിച്ചു? യഹോവയുടെ കൽപ്പന പ്രകാരം യോശുവ ഇസ്രായേൽ ഗോത്രമായി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ ജനത മുഴുവനും ഗോത്രമായിട്ട് വന്ന് നിൽക്കണം. അങ്ങനെ യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമായി വരുത്തി യഹൂദ ഗോത്രം അതിനകത്ത് പിടിക്കപ്പെട്ടു. അവൻ യഹൂദ ഗോത്രത്തെ കുലമാക്കി നിർത്തി. അപ്പോഴതിനകത്തുനിന്ന് സർഹ്യ കുലം പിടിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു കുലത്തെ കുടുംബങ്ങളായി മാറ്റി നിർത്തി. അതിനകത്ത് സബ്ദി പിടിക്കപ്പെട്ടു. അവൻ്റെ കുടുംബത്തെ ആളാം പ്രതി അവിടെ വരുത്തി. അപ്പോൾ ആഖാൻ പിടിക്കപ്പെട്ടു. യോശുവ ആഖാനോട്, മകനെ, നീ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക. നീ എന്തു ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വയ്ക്കരുതേ എന്ന് പറഞ്ഞു. ഇതാണ് യോശുവ. ഇങ്ങനെയാണ് യോശുവ ആഖാനാണ് പാപം ചെയ്തതെന്ന് വ്യക്തമാക്കി. പക്ഷെ അത് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇവിടെ അതിക്രമക്കാരൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതിന് പകരം എന്താ ചെയ്തതെന്നറിയാമോ? തൻ്റെ നീതിയും കൃപയും വെളിപ്പെടുത്തുന്ന ഒരു നടപടിക്രമം ദൈവം ആസൂത്രണം ചെയ്തു. അല്ല, അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ദൈവം യോശുവയോട് പറഞ്ഞില്ല ആഖാൻ പാപം ചെയ്ത് അവനെ കൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്നതെന്ന്. ഇല്ല, അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു പ്രത്യേകതരം ശരിക്കും ശിക്ഷണത്തിൽ കൂടിയാണ് ആ ഭാഗം കണ്ടെത്തിയത്. ശരിക്കും അതിക്രമക്കാരൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതിന് പകരം തൻ്റെ നീതിയും കൃപയും വെളിപ്പെടുത്തുന്ന ഒരു നടപടിക്രമം ദൈവം സ്വീകരിച്ചു. ഇസ്രായേലിൻ്റെ പരാജയത്തിൻ്റെ കാരണം ആദ്യം ദൈവം വിശദീകരിക്കുന്നു. അതോടൊപ്പം ജനങ്ങളുടെ വിശദീകരണവും കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുശേഷമാണ് നടപടിക്രമം ഞാനിപ്പോൾ ഉദ്ധരിച്ചതുപോലെ ഗോത്രം, കുലം, കുടുംബം, പിന്നെ വ്യക്തി. ഇത് ആഖാൻ ഈ അവസരമുണ്ടല്ലോ, യഹൂദ ഗോത്രത്തെ വിളിച്ചവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് അതല്ലാന്ന് മനസ്സിലായപ്പോൾ കുലത്തെ സർഹ്യ കുലത്തെ വിളിച്ചു. അത് അവിടെ അതിനുശേഷം ശേരഹിൻ്റെ കുടുംബത്തെ വിളിച്ചു. അതുവരെ ദൈവം ആഖാനൊരു സമയം കൊടുത്തു. എന്തിനാ കൊടുത്തതെന്നറിയാമോ? ചിന്തിക്കുവാന്, അനുതപിക്കുവാന്, പാപം അംഗീകരിക്കുവാന്. ഇത്രയും സമയം ദൈവം ആഖാന് കൊടുത്തു. ആഖാന് വേണമെങ്കിൽ അതിന് മുൻപേ വന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ച് ക്ഷമ ചോദിക്കാമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളും ഒക്കെ അങ്ങനല്ലേ, പിടിക്കപ്പെടത്തില്ല എന്ന് നമ്മളും തീരുമാനിക്കും. അതിനുശേഷം അവസാനം പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സഭ വിട്ടങ്ങ് പോകും. അല്ലാതെ ഒരു അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് മാപ്പിരക്കാൻ തയ്യാറാകുന്നില്ല. സംഖ്യപുസ്തകം 16 23 മുതൽ 33 വരെ, 26 11 ദൈവിക ഭരണക്രമത്തിനെതിരായി മത്സരിച്ച ശരിക്കും കോരഹ്, ദാദാൻ, അബീരാം എന്നിവരെയും അവരുടെ കുടുംബങ്ങളെയും ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞു. അപ്പം ദൈവത്തിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തെ ലംഘിച്ചാൽ ദൈവം അവരെ ശിക്ഷിക്കും. ഇവിടെ കോരഹിനെ, ദാദാന്, അബീരാം അവരെയും അവരുടെ കുടുംബത്തെയും ശിക്ഷിച്ചു. മാത്രമല്ല ധൂപം കാട്ടിക്കൊണ്ടിരുന്ന 250 പേരെയും ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ടു. ദൈവ സ്നേഹസമ്പന്നനാണ്. എന്നാൽ അവനോട് മത്സരിക്കുന്നവർക്ക് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പം മത്സരിക്കുന്നവർക്ക് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. തൻ്റെ പിതാവിൻ്റെ പക്ഷം ചേരാൻ വിസമ്മതിച്ച കോരഹപുത്രന്മാർക്ക് ഒന്നും സംഭവിച്ചില്ല. അവൻ ദൈവത്തോട് മത്സരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ കോപം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഇവിടെ സമൂഹമായ ഒരു കുറ്റബോധം ഇല്ലാതാക്കാനാണ് ദൈവം ശ്രമിച്ചത്. എന്താണെന്നറിയാമോ? ആ പാപം മൊത്തം ആഖാൻ പാപം ചെയ്തതുകൊണ്ട് ഇസ്രായേൽ ജനത മുഴുവനും കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. ഈ പ്രത്യേകമായിട്ടുള്ളൊരു നടപടിക്രമത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഗോത്രം മാറ്റപ്പെട്ടു, കുലം മാറ്റപ്പെട്ടു, കുടുംബങ്ങൾ മാറ്റപ്പെട്ടു, അവസാന വ്യക്തിയിൽ വന്നു. അപ്പോൾ സമൂഹമായ ഒരു കുറ്റബോധം ഇല്ലാതാക്കി ശരിക്കും ഇസ്രായേലിൽ നിന്നൊരു ഗോത്രത്തിലേക്കും, ആ ഗോത്രത്തിൽ നിന്നൊരു കുലത്തിലേക്കും, കുലത്തിൽ നിന്നൊരു കുടുംബത്തിലേക്കും, പിന്നെ അതിനുശേഷം ഒരു ഭവനത്തിലേക്കും, ആ ഭവനത്തിൽ നിന്ന് ഒരു വ്യക്തിയിലേക്കും ചുരുങ്ങുന്നു. ആഖാന്റെ അദൃശ്യമായ പ്രവൃത്തികൾക്ക് ദൈവം വാസ്തവത്തിൽ സാക്ഷിയാണ്.
ആഖാൻ വിചാരിച്ചു ആരും കണ്ടില്ല, യോശുവയിൽ നിന്ന് മറച്ചു വെച്ചാൽ ആരും കാണില്ല എന്ന് കരുതി. എന്നാൽ ആഖാന്റെ അദൃശ്യമായ പ്രവൃത്തികൾക്ക് ദൈവം തന്നെ സാക്ഷിയാകുന്നു. കർത്താവിൻ്റെ സൂക്ഷ്മ ദൃഷ്ടി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ സൂക്ഷ്മമായ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. യോശുവ ആഖാനെ അഭിസംബോധന ചെയ്യുന്നൊരു പ്രത്യേക രീതി ഇവിടെ കാണാൻ പറ്റും. സാധാരണ ഏതെങ്കിലും ഒരുത്തൻ പാപം ചെയ്താലും നമ്മൾ അവരോട് എങ്ങനെയാണ് ഇടപെടുന്നത്, അങ്ങനെ യോശുവ എങ്ങനെയാണ് ഇടപെടുന്നത്, രണ്ടും കൂടെ ഒന്ന് താരതമ്യം ചെയ്താൽ യോശുവ ആഖാനെ അഭിസംബോധന ചെയ്യുന്ന രീതി വളരെയധികം ശ്രദ്ധേയമാണ്. എൻ്റെ മകനെ എന്നാണ് സംബോധന ചെയ്യുന്നത്. യോശുവയുടെ പ്രായം, നേതൃത്വപരമായ പാടവം, ഈ മഹാനായ യോദ്ധാവിൻ്റെ ആത്മാവിൻ്റെ നൈർമല്യം, ന്യായത്തോടുള്ള യോശുവയുടെ സമീപനം, ഇവയൊക്കെ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് എൻ്റെ മകനെ എന്നുള്ള വിളിയിൽ. അപ്പോൾ കുറ്റവാളിയുടെ മേൽ വിധി നടത്തുവാൻ യോശുവ വിളിക്കപ്പെട്ടു. എന്നാൽ ഈ യോശുവയുടെ ഹൃദയം മുഴുവനും ആഖാനോടുള്ള അനുകമ്പയായിരുന്നു. യോശുവ മൃദുല പ്രകൃതിയുള്ള നേതാവായിരുന്നു. പരുഷമായി പെരുമാറിയിട്ടില്ല. ആരെയും വേദനിപ്പിക്കാത്ത ദൈവത്തിൻ്റെ സംവേദനക്ഷമത, ദയ, സ്നേഹം എന്നിവയെ മുൻനിഴലാക്കിയിരുന്നു യോശുവ. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, തെറ്റ് ചെയ്യാത്തവരെ ചൂണ്ടിക്കാണിച്ച് തെറ്റാണ് അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇന്ന് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും. എന്നാൽ ഇവിടെ ആ വന്യവയോധികനായ യോശുവയുടെ ദൈവത്തിൻ്റെ സംവേദനക്ഷമത പോലും കരസ്ഥമാക്കിയ ആളാണ്. ഒരിക്കൽ പോലും ആരോടും പരുഷമായി പെരുമാറില്ല. വളരെ മൃദുല സ്വഭാവക്കാരനുമായിരുന്നു. കഠിനമായ ശാസനകൾ പറയുമ്പോൾ കഠിനമായ ശാസനകൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ പോലും കണ്ണുനീരുണ്ടായിരുന്നു എന്ന് മിസ്സസ് വൈറ്റ് പറയുന്നു. ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് നാം വരുമ്പോൾ ഭാഗ്യകരമായ തെരഞ്ഞെടുപ്പുകൾ യോശുവ 7:19 മുതൽ 21 വരെ. യോശുവ ആഖാനോട് എന്താണ് ആവശ്യപ്പെട്ടതെന്നറിയാം. അത് നമ്മൾ ആദ്യം വായിച്ച കൂട്ടത്തിലുണ്ടായിരുന്നു. ആവശ്യപ്പെട്ടത്, മകനെ, യഹോവയുടെ നാമത്തിന് മഹത്വം കൊടുക്കുക, ദൈവമായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക, നീ എന്ത് ചെയ്തു, എന്നോടും മറയ്ക്കരുത്. അത്രയാണ് യോശുവയുടെ ആഖാനോടുള്ള ഒരു ശാസന. എന്നാൽ എന്താണ് ആഖാൻ്റെ മറുപടി? ആഖാൻ എന്ത് പറഞ്ഞെന്നറിയാമോ? ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പിഴച്ചു. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിയ മേലങ്കിയും 200 ഷേക്കൽ വെള്ളിയും 50 ഷേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടു. എന്നാൽ ഇത്രയും ആഖാൻ പറഞ്ഞപ്പോഴേ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ യഹോവയോട് പാപം ചെയ്തു എന്നൊരു വാക്ക് ഉച്ചരിക്കാൻ ആഖാന് കഴിഞ്ഞില്ല. ആഖാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? ആഖാൻ ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ ഈ ആഖാന്റെ ഈ പറച്ചിലൊന്നും ഒരു അനുതാപമില്ലായിരുന്നു. ഒരു അനുതാപത്തിൻ്റെ കണിക പോലും ഇല്ലായിരുന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ തെറ്റ് അവസാനം വരെ മറഞ്ഞിരിക്കും. എന്തുകൊണ്ടാണ് ഈ അനുതാപത്തിൻ്റെ ഒരു കണിക ഇല്ലാഞ്ഞത്? തൻ്റെ തെറ്റ് അവസാനം വരെ മറഞ്ഞിരിക്കുമെന്ന് അവൻ വിശ്വസിച്ചു. പ്രായശ്ചിത്തമില്ലാത്ത ഒരു കുറ്റവാളിയായി ആഖാൻ നിലകൊണ്ടു. അതുകൊണ്ട് പ്രായശ്ചിത്തമില്ലാഞ്ഞതുകൊണ്ടാണ് ആഖാന് ക്ഷമ ലഭിക്കാതെ പോയത്. ശരിക്കും പ്രായശ്ചിത്തമാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത് തെറ്റ് ചെയ്താൽ. യോശുവ 7:21 ആഖാന്റെ വാക്കുകൾ നമ്മളൊന്ന് എടുക്കുവാണെങ്കിൽ ഏതാണ്ട് ആദാമിൻ്റെയും ഹവ്വയുടെയും വാക്കുകൾ പോലെ തന്നെ. എന്ന് വെച്ചാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം കണ്ടു, അത് കാണാൻ അഭികാമ്യമുള്ളതാണെന്ന് തോന്നി, തിന്നാൻ രുചിയുള്ളതാണെന്ന് തോന്നി, ഞങ്ങൾ മോഹിച്ചു എടുത്തു. ഇവിടെ അതുപോലെ കൊള്ളയടിച്ചതിൽ ഒരു ബാബിലോണിയ മേലങ്കിയും 200 ഷേക്കൽ വെള്ളിയും 50 ഷേക്കൽ സ്വർണ്ണക്കട്ടിയും കണ്ടപ്പോൾ മോഹമുണ്ടായി. എന്നിട്ട് അതങ്ങ് എടുത്തു. കാഴ്ചയിൽ തന്നെ അവ മോഹിച്ചു, അവനെ എടുത്തു. ആഖാന്റെ വാക്കുകൾ ശരിക്കും ആദമിൻ്റെയും ഹവ്വയുടെയും പതനത്തെ അനുസ്മരിപ്പിക്കുന്നു. ആ വൃക്ഷഫല അഭികാമ്യമാണെന്ന് കണ്ടിട്ട് ഹാവ എടുത്തു. അതിന് ഖമത്ത് എന്ന എബ്രായ പദമാണ് ഈ മോഹത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഖമത്ത് എന്ന് വെച്ചാൽ മോഹം.
മോഹം എന്നർത്ഥമാണ് അതിന്. അവസാനം അതെടുത്തു എന്നുള്ളതിന് ശരിക്കും എഴുതിയിരിക്കുന്ന വാക്ക് ലഖാഖ് എന്നാണ്. അപ്പോൾ ആഖാൻ മോഹിച്ച ബാബിലോണിയ മേലങ്കിയും വെള്ളിയും സ്വർണ്ണക്കട്ടിയും അവനെടുത്തു. അത്യാഗ്രഹത്തിൻ്റെ പേരിലുള്ള പാപം എന്ത് പാപമാണെന്നറിയാമോ? അത് അവിശ്വാസത്തിൻ്റെ പാപമാണ്. അപ്പോൾ നമുക്ക് ഏത് വസ്തുവിനോടുകൂടി നമുക്ക് അത്യാഗ്രഹം തോന്നിയാലും അത് അവിശ്വാസത്തിൻ്റെ പാപമാണ് എന്ന് ആഖാന്റെ തെരഞ്ഞെടുപ്പ് വെളിപ്പെടുത്തും. എന്താണ് ഇവിടുത്തെ അവിശ്വാസം? ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ അത് അവിശ്വാസത്തിൻ്റെ പാപമാണെന്ന്. പക്ഷെ എന്താണ് ഇവിടുത്തെ അവിശ്വാസം? ഇവിടുത്തെ അവിശ്വാസം എന്ന് പറയുന്നത് ചില അതിമനോഹരമായ ആനന്ദങ്ങൾ ദൈവം മനുഷ്യരിൽ നിന്നും മറച്ചു വയ്ക്കുന്നു എന്ന് സാത്താൻ പറഞ്ഞ് തെറ്റിക്കുന്നു. ഉദാഹരണത്തിന് എന്താ സാത്താൻ ഇവിടെ അതിമനോഹരമായ കാര്യം പറഞ്ഞ് തെറ്റിച്ചത്? തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം ജ്ഞാനം പ്രാപിക്കാൻ യോഗ്യമെന്ന് സാത്താൻ പറയുന്നു. നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കണ്ണ് തുറക്കും എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും യാക്കോബ് 1:14-15 ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നതാലാകുന്നു. അപ്പൊ എങ്ങനെയാ പാപം ചെയ്യുന്ന മനുഷ്യന്? സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് അങ്ങനെ തന്നെ വശീകരിക്കപ്പെട്ടിട്ടാണ് ഒരാൾ ഈ മോഹം അല്ലെങ്കിൽ മോഷണം എന്ന് പറയുന്ന പാപം ചെയ്യുന്നത്. അപ്പോഴിവിടെ എന്താ പറയുന്നതെന്ന് അറിയാമോ? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഇതാണ് യാക്കോബ് പറയുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഇവിടെ ആഖാന് സംഭവിച്ചതും അത് തന്നെയാണ്. മോഹമൊക്കെ മുഴുത്തു, അവസാനം അവനെ പാപിയായി മാറി. ശരിക്കും ഇത്തരണത്തിൽ രാഹാബിനെയും ആഖാനെയും ഒന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. ശരിക്കും ആഖാനും രാഹാബും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ, രാഹാബ് ചാരന്മാരെ ചണക്കെട്ടികളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചു. ആഖാൻ തൻ്റെ അത്യാഗ്രഹത്തിൻ്റെ ഫലമായി നിഷിദ്ധ വസ്തുക്കൾ അല്ലെങ്കിൽ ദൈവം വിലക്കിയ വസ്തുക്കൾ യോശുവയിൽ നിന്നും ഒളിച്ചു വെച്ചു. രണ്ടുപേരും ഒളിപ്പിച്ചാ വെച്ച, പക്ഷെ ഒന്ന് നന്മയും ഒന്ന് തിന്മയുമായി പോയി. രാഹാബ് ഇസ്രായേൽ ചാരന്മാരോട് ദയ കാണിച്ചു, വിജയം നേടാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ആഖാൻ തൻ്റെ അതിമോഹം മൂലം ഇസ്രായേലിൽ പ്രശ്നമുണ്ടാക്കുകയും പരാജയം ഉറപ്പിക്കുകയും ചെയ്തു. രാഹാബ് ഇസ്രായേൽ മക്കളോട് സഖ്യമല്ലിൽ ഉടമ്പടി ചെയ്തു. ആഖാൻ എന്താ ചെയ്തേ? ഉടമ്പടി ലംഘിച്ചു. ആഖാൻ തന്നെയും തൻ്റെ കുടുംബത്തെയും മരണത്തിന് ഏൽപ്പിച്ചു. രാഹാബ് തന്നെയും തൻ്റെ കുടുംബത്തെയും രക്ഷിച്ചു. മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ എത്തപ്പെടുകയും ചെയ്തു. ആഖാൻ അപമാനത്തിൻ്റെ ഒരു ഉദാഹരണമായി മാറി. നാം ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷയുടെ വാതിൽ യോശുവ 8:1-29 വരെയുള്ള ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഹായി പട്ടണം എങ്ങനെയാണ് കീഴടക്കുന്നത് എന്നുള്ളതാണ്. ഹായി പട്ടണം കീഴടക്കുന്നതിന് യഹോവ യോശുവായിക്ക് തന്ത്രം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ദൈവമാണ് എങ്ങനെയാണ് നിങ്ങൾ ഹായി പട്ടണം കീഴടക്കേണ്ടതെന്നുള്ളത് യുദ്ധതന്ത്രം പറഞ്ഞു കൊടുക്കുന്നു. ശരിക്കും അതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ? യഹോവയുടെ തന്ത്രം ഇസ്രായേലിൻ്റെ പ്രാരംഭ പരാജയത്തെ ഒരു തന്ത്രപരമായ നേട്ടമാക്കി മാറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തുന്നത്? ഭയപ്പെടരുത്, വിഷാദിക്കുകയുമരുത്, പടജനത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് പോവുക. ഹായി രാജാവിനെയും അവൻ്റെ ജനങ്ങളെയും പട്ടണത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ശരിക്കും ഇവിടെ എരിഹോ രാജാവിനോടും ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അവരുടെ പട്ടണങ്ങളും അവരുടെ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന രാജാവിനെ ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് ദൈവം പറയുന്നു. ശരിക്കും എരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്ത അതുപോലെ തന്നെ. എന്നാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എരിഹോ നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഒന്നും വെച്ചേക്കല്ല, എല്ലാം നശിപ്പിക്കണം. പക്ഷേ അവിടുന്ന് ഒരു വസ്തുക്കളും എടുക്കരുത്, അതെല്ലാം ശബദാർപ്പിതമാണ്. എന്നാൽ ഇവിടെ ദൈവം എന്ത് പറയുന്നറിയോ? എന്നാൽ കൊള്ള മുതൽ മുഴുവനും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എടുക്കണമെങ്കിൽ ദൈവം എടുക്കാൻ പറയും, എടുക്കണ്ടെങ്കിൽ ദൈവം എടുക്കണ്ട എന്ന് പറയും. അത് അതുപോലെ തന്നെ അനുസരിക്കുക എന്നതാണ് ഇസ്രായേൽ ജനം ചെയ്യേണ്ടത്.
ഇസ്രായേൽ ജനം മാത്രമല്ല നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം യോശുവ എന്ത് ചെയ്തു? പരാക്രമശാലികളായ 30,000 യോദ്ധാക്കളെ തെരഞ്ഞെടുത്ത് രാത്രിയിൽ അയച്ചു. അവരെന്ത് ചെയ്യണം? അവർ ആ പട്ടണത്തിൻ്റെ പിൻഭാഗത്ത് പതിയിരിക്കണം. അത്രമാത്രം അവർ ചെയ്താൽ മതി അന്നേരം. അപ്പം യോശുവയോട് പറഞ്ഞു, നീയും പടജനവും പട്ടണത്തിൻ്റെ നേരെ ചെല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോലെ തന്നെ ഇവരോട് യുദ്ധം ചെയ്യാനായി ഹായി പട മുന്നോട്ട് വരുമ്പോൾ യോശുവയും പടജനവും തിരിഞ്ഞോടണം. അങ്ങനെ തിരിഞ്ഞോടുന്ന സമയത്ത് ഈ പതിയിരിക്കുന്ന 30,000 യോദ്ധാക്കൾ അവരെ തുറന്നിട്ട് അവരുടെ പട്ടണവാതിലിൽ, കാരണം അവരിറങ്ങി ഓടാനായിട്ട് മറ്റവരെ ഓടിക്കാനായിട്ട് തുറന്നിട്ട പട്ടണവാതിലിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അതിനെ, ആ പട്ടണത്തെ പരിപൂർണമായി തീയിട്ട് നശിപ്പിക്കണം. അപ്പം തീയിട്ട് നശിപ്പിക്കുമ്പോൾ അവർ തീ പുകയും കാണുമ്പോൾ അവർ തിരിഞ്ഞു വരും. അപ്പോഴങ്ങനെ തിരിഞ്ഞ് പട്ടണത്തിനുള്ളിലോട്ട് പ്രവേശിക്കുന്ന എല്ലാ ഹായിക്കാരെയും വെട്ടിക്കൊല്ലണമെന്ന് പറഞ്ഞു. ആ 30,000 പേരുടെ ജോലി അതാണ്, വെട്ടിക്കൊല്ലണം. ശരിക്കും അങ്ങനെ നിങ്ങൾ പട്ടണം പിടിച്ച് തീയിട്ട് അവരെ വെട്ടി കൊല്ലണം. യോശുവ ദൈവം പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അതിനുശേഷം ദൈവം യോശുവയോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് നീ നിന്റെ കയ്യിലിരിക്കുന്ന കുന്തമൂരി നേരെ ഹായിക്ക് നേരെ പിടിക്കുക എന്ന് പറഞ്ഞു. യോശുവ കുന്തം ഹായിക്ക് നേരെ നീട്ടിയപ്പോൾ പതിയിരിപ്പുകാർ തുറന്നിട്ട പട്ടണവാതിലൂടെ ഹായിയിൽ കടന്ന് പട്ടണത്തിന് തീയിട്ട് പട്ടണത്തിലെ പുക മേലോട്ട് പോകുന്നത് കണ്ട പരാക്രമശാലികളായ പതിയിരിപ്പുകാർ എല്ലാവരെയും വെട്ടിക്കൊന്നു. രാജാവിനെ ജീവനോടെ പിടിച്ചു. അപ്പം ഹായിക്കാരെ മുഴുവനും അവരെ ഉന്മൂലനം ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്നാൽ അവർ മുഴുവൻ അവരെ കൊന്നൊടുക്കുന്നത് വരെ യോശുവ തൻ്റെ നീട്ടിയ കുന്തം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കണം, കൈ താഴ്ത്തിയിടാൻ പാടില്ല. ശരിക്കും ഇവിടെ ഒരു പ്രത്യേക കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ ഹായി രാജാവിനെ തൂക്കിക്കൊന്നു, മരത്തെ കെട്ടി തൂക്കിക്കൊന്നു. ഇവിടെ ഒരു പ്രത്യേക കാര്യം നാം ഓർക്കുന്നത് നന്നായിരിക്കുന്നത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും തന്ത്രമല്ല വിജയത്തിന് ആധാരം, യഹോവയാണ് വിജയം നൽകുന്നത്. അതാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ കഴിവോ അവരുടെ ശക്തിയോ അവരുടെ പടജനത്തിൻ്റെ ഏതെങ്കിലും ഹയർ ക്വാളിറ്റിയോ ഒന്നുമല്ല ഇസ്രായേലിന് ഒരിക്കലും വിജയം കൊടുത്തിട്ടുള്ളത്. വിജയം ദൈവമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെ ശരിക്കും ദാനമാണെന്ന് പറഞ്ഞാൽ മാത്രം വരെ ഈ യുദ്ധത്തിന് ദൈവമാണ് മേൽനോട്ടം വഹിച്ചത്. അതാണ് നാം കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് അവന് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം തയ്യാറാണ്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ആ ദൈവത്തെ തയ്യാറാക്കുന്ന ആ ലെവലിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഇവിടെ നാം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെങ്കടൽ കടക്കുമ്പോൾ മോശയുടെ കയ്യിലിരുന്ന വടി ഉയർത്തിപ്പിടിച്ചു. അത് കടക്കുന്നവരെയും മോശ കൈ താഴ്ത്തിയിട്ടില്ല. ഇതാര് കണ്ടിരുന്നു? ഇത് യോശുവ കണ്ടിരുന്നു. അത് യോശുവ പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കുന്നത് യോശുവ കണ്ടിട്ട് ആ പ്രവൃത്തി കൂടുതൽ ഉൾക്കൊണ്ടിരുന്നു. അപ്പോൾ ശരിക്കും യുദ്ധം പൂർണ്ണമായും ജയിക്കുന്നത് വരെ യോശുവ കുന്തമേന്തിയ കൈ താഴ്ത്തിയില്ല. അപ്പം ഇവിടെ നമ്മൾ വ്യക്തമായി കാണുന്നത് കർത്താവിൻ്റെ വചനത്തിലുള്ള യോശുവയുടെ വിശ്വാസത്തിലും അതിലുള്ള അചഞ്ചലമായ അനുസരണത്തിലുമാണ് ഹായി വിജയത്തിൻ്റെ കാരണം. അപ്പോൾ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനത്തിലുള്ള യോശുവയുടെ വിശ്വാസത്തിലും അതിലുള്ള അചഞ്ചലമായ അനുസരണത്തിലുമാണ് ഹായി വിജയം. ഇത്തരം വിശ്വാസവും അനുസരണവുമാണ് ഇന്നും ദൈവജനത്തിന് ആവശ്യം. നാം ഇതിൻ്റെ എഴുതേണ്ട അവസാന ഭാഗത്തേക്ക് നാം വരുന്നു. വ്യാഴം ദൈവത്തിൻ്റെ ശക്തിക്ക് സാക്ഷി. അന്യമത രാഷ്ട്രങ്ങൾക്ക് അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം ഇസ്രായേലിന് ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയിലും
അയൽ രാജ്യങ്ങളിലുള്ള ആളുകൾ കാണണമെന്ന് ദൈവത്തിന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടുവോളം അവസരം ദൈവം ഇസ്രായേൽ ജാതിക്ക് കൊടുത്തിരുന്നു. എന്നാൽ അവരതൊരിക്കലും സ്വീകരിച്ചില്ല, പകരം അവരത് നിരാകരിച്ചു. അപ്പം ദൈവത്തിൻ്റെ അതുകാരണമാണ് ദൈവത്തിൻ്റെ ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പം ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്ത അനുഗ്രഹം ഈവൻ പുറം ജാതികളെ, പുറത്തുള്ള രാഷ്ട്രങ്ങളും ഒക്കെ കണ്ടു. അവർക്കും ശരിക്കും ദൈവത്തെ അംഗീകരിക്കാമായിരുന്നു, രാഹാബിനെ പോലെ. യോശുവ 7:6-9 വരെയുള്ള ഭാഗത്ത് ഹായി പട്ടണം പിടിക്കുന്നതിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ യോശുവ എന്ത് ചെയ്തെന്നറിയാമോ? യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരി ഇട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്ന് കരഞ്ഞു. കരഞ്ഞ് എങ്ങനെയാണെന്നറിയാമോ? അയ്യോ കർത്താവേ, ഞങ്ങളെ നശിപ്പിക്കുവാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്ത്? അങ്ങനെ ഏൽപ്പിക്കാനായിട്ട് നീ ഈ ജനത്തെ യോർദാൻ അക്കരെ കൊണ്ടുവന്നതെന്താ? യോർദാൻ കടന്നത് വലിയൊരു അത്ഭുതത്തിൽ കൂടിയാണ് യോർദാൻ കടന്നത്. അങ്ങനെ എന്തിനാ കൊണ്ടുവന്നതെന്ന്? അപ്പം കനാന്യരും ദേശവാസികളും ഒക്കെ ഞങ്ങളെ നശിപ്പിച്ച് കളയുമല്ലോ. അത് യോശുവയുടെ സങ്കടം. ഇതുപോലെ മോശെ ഇതുപോലെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്ദർഭങ്ങളിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വലിയ വൻ വിജയം കഴിയുമ്പോഴാണ് പരാജയം യൂഷ്വലി സംഭവിക്കുന്നത്. വലിയൊരു വിജയത്തിന് പിന്നാലെ ആയിരിക്കും അത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തുമായിരിക്കും ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടുന്നത്. എന്താണെന്നറിയാം, നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും നമ്മൾ കൂടുതൽ ശക്തരാണെന്ന്. അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അപ്പോൾ ഹായി പിടിച്ചെടുക്കാൻ പോകുന്നതിന് മുൻപ് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ആവശ്യപ്പെട്ടില്ല. ദൈവം അവരോട് കൽപ്പിച്ചിട്ടുമില്ല നിങ്ങൾ പോകാൻ. അപ്പം യെരിഹോയ്ക്ക് നേരെ പോയപ്പോഴാണ് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി അതിനെ തകർത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കനാന്യർ ശരിക്കും ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കനാന്യർ എന്ന് പറയുന്ന വലിയ ശക്തിയുള്ള ഒരു ജനതയല്ല. എന്നാൽ അതിന് എന്തുകൊണ്ടാണ് ഹായി പിടിക്കാൻ പോയപ്പോൾ ഇസ്രായേൽ തോറ്റിയത്? കനാന്യരുടെ ശക്തി കുറവ് കൊണ്ടല്ല. പിന്നെയോ, ഇസ്രായേലിയർ വളരെയധികം ദുർബലരായിരുന്നു. അവർ ദൈവത്തോട് അന്വേഷിക്കാതെ, ആവശ്യപ്പെടാതെ, ചോദിക്കാതെ, പ്രാർത്ഥിക്കാതെ പോയതുകൊണ്ട് അവർ ദുർബലരായിരുന്നു. ആ ദുർബലരാകുന്നതിൻ്റെ കാരണം പാളയത്തിൽ പാപം ഉണ്ടായിരുന്നു. എപ്പോഴും ഈ പാളയത്തിൽ പാപം ഉണ്ടായാൽ ഭയങ്കര പരാജയമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം മോശയിൽ കൂടി പറഞ്ഞത്, നിങ്ങൾ 3 ദിവസം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ചാൽ അവിടെ പാപം ഉണ്ടാവില്ല. ഈ പരാജയം മൂലം ദൈവത്തിൻ്റെ പേരിനും പ്രശസ്തിക്കും സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള തൻ്റെ വലിയ ഉത്കണ്ഠ യോശുവ പ്രകടിപ്പിച്ചു. യോശുവ 7:9 കനാന്യരും ദേശനിവാസികളൊക്കെയും കേട്ടിട്ട് ഞങ്ങളെ ചുറ്റി വളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ പേര് മായ്ച്ചു കളയുമല്ലോ. എന്നാൽ നീ നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് യോശുവ ചോദിച്ചു. അവരെല്ലാം ഞങ്ങളെ വളഞ്ഞിട്ട് ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് അശേഷം നീക്കിക്കളയും. ആ ജനത്തിന് വേണ്ടി, നിന്റെ മഹത്തായ നാമത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് യോശുവ ചോദിച്ചു. അപ്പം ഇസ്രായേലിന് മേലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ കേന്ദ്രമായ ഒരു പ്രമേയവും ഇതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയാമോ? തന്നെ അനുസരിക്കുന്ന തൻ്റെ ജനത്തിനായി ദൈവം എന്ത് മഹത്തായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചുറ്റുമുള്ള പുറജാതീയ രാജ്യങ്ങൾ കാണണമെന്ന് ദൈവം വളരെയധികം ആഗ്രഹിച്ചു. അതാണ് ദൈവം ഒരു യുദ്ധം നടക്കുമ്പോൾ, ചെങ്കടൽ കടക്കുമ്പോൾ, യോർദാൻ കടക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം ചെയ്യുന്ന മഹാത്ഭുതം, തൻ്റെ സ്വന്തം ജാതിക്ക് വേണ്ടി ചെയ്യുന്ന മഹാത്ഭുതം കാണണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാലോ രാഹാബ് ചെയ്തതുപോലെ തൻ്റെ ജനത്തിൻ്റെ വിജയങ്ങളുടെ ശക്തിയിൽ അവർക്കും ഇസ്രായേലിൻ്റെ ദൈവത്തെ കുറിച്ച് പഠിക്കുവാൻ കഴിയുമായിരുന്നു. ഇസ്രായേൽ അങ്ങനെ അത് പാലിച്ചിരുന്നെങ്കിൽ രാഹാബ് ചെയ്തതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ശക്തി അയൽ രാജ്യങ്ങളിലുള്ള ജാതികളും കാണുമായിരുന്നു. എന്നാൽ പാളയത്തിൽ പാപം ഉണ്ടായിരുന്നത് കൊണ്ട്, എന്നുവെച്ചാൽ ആഖാന്റെ പാപം മൂലം
ഇസ്രായേലിന്റെ ദൈവത്തെ ദുർബലനും ഫലപ്രദമല്ലാത്തവനുമായി ആ അയൽ രാജ്യങ്ങളിലുള്ള ജനം തിരിച്ചറിയും. ഇപ്പം ഇസ്രായേലിൻ്റെ ദൈവത്തിന് എങ്ങനെയാണ് നമുക്ക് മഹത്വം കൊടുക്കാൻ കഴിയുന്നത്? ഇസ്രായേലിൻ്റെ ദൈവത്തിന് എങ്ങനെയാണ് മഹത്വം കൊടുക്കാൻ കഴിയുന്നത്? ആവർത്തനം 4:5 മുതൽ 9 വരെയുള്ള ഭാഗത്ത്, എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. അപ്പം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പറ്റിച്ചേരുക, അങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. അപ്പോൾ യോശുവ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് വേണ്ടി യഹോവ എന്നോട് കൽപ്പിച്ച എല്ലാ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും വിധികളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നു. അവയെ പ്രമാണിച്ച് നടപ്പീൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അപ്പം പറഞ്ഞു കൊടുത്ത കൽപ്പനകൾ മാത്രമാണ് ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. പക്ഷെ ഇന്ന് എത്രമാത്രം പ്രസക്തിയാണ് ആത്മീയ ശ്രേയൽ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ കൊടുക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അവർ ഈ കൽപ്പനകളെ ഒക്കെയും കേട്ടിട്ട്, മറ്റുള്ള ജനം ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട്, കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും വിധികളും എല്ലാം കേട്ടിട്ട്, ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം തന്നെ എന്ന് പറയും. അവരനുസരിച്ചാൽ അയൽ രാജ്യങ്ങളിലുള്ള എല്ലാവരും പറയും, ആരാണ് ഈ ശ്രേഷ്ഠ ജാതി? ദൈവത്തിൻ്റെ ജനമാണ് ഈ ശ്രേഷ്ഠ ജാതി എന്ന്. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ, ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജാതി എന്ന് അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എപ്പോഴും ദൈവം ഇസ്രായേലിൻ്റെ കൂടെ നിന്നിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് മറ്റ് ജാതികൾ എന്ത് പറയും? യഹോവ അടുത്തിരിക്കുന്ന ഈ ശ്രേഷ്ഠ ജാതി ഇതല്ലാതെ വേറെ ആര്? ഇന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായപ്രമാണങ്ങളും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ? അപ്പോൾ കൽപ്പന അനുസരിക്കുക, പ്രമാണങ്ങൾ അനുസരിക്കുക, ദൈവത്തിൻ്റെ വിധികൾ മാനിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ശ്രേഷ്ഠ ജാതി ആയിരിക്കുമെന്നാണ് പറയുന്നത്. ശ്രേഷ്ഠ ജാതി ആയിരിക്കും. അപ്പോൾ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊക്കെയും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ചു കൊള്ളുക. അതാണ് ഏറ്റവും വലിയ ഉപദേശം. കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതിരിക്കണം. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. അങ്ങനെ പോകാതിരിക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. നിന്നെ തന്നെ ജാഗ്രതയോട് കാത്തുകൊള്ളുക. അത്രമാത്രം മതിയോ? പോരാ. പിന്നെ എന്തു ചെയ്യണം? നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും നീ ഇത് ഉപദേശിക്കണം. ഇന്ന് ചെയ്യാത്ത കാര്യം അല്ലേ? ശരിക്കും എന്താ പറഞ്ഞതെന്നറിയാമോ? കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊക്കെയും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളുക. നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും ഉപദേശിച്ചു കൊള്ളുക. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നാം നമ്മെ തന്നെ ജാഗ്രതയോട് കാത്ത് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കണം. അവ നമ്മുടെ മക്കളുടെ മക്കളോടും പറഞ്ഞ് അവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പം നാം ഇന്ന് ചെയ്യേണ്ട കാര്യം നമ്മുടെ മക്കളോട് ഉപദേശിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുവാൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്തൃ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുമ്പോൾ തിരുമേനി ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഇന്ന് നൽകിത്തന്ന മഹാകൃപയോർത്ത് അടിയങ്ങൾ നന്ദിയോട് സ്തോത്രം. യോശുവയെ മാതൃകയാക്കി ജീവിക്കുവാൻ കർത്താവേ, ഞങ്ങൾ മാതൃകയാക്കി ജീവിച്ചാൽ എങ്ങനെയാകുമെന്ന് ഞങ്ങൾ കേട്ടു.
എല്ലാറ്റിനും കർത്താവായ യേശു ക്രിസ്തു തന്നെ ഞങ്ങളുടെ മാതൃകയാക്കി തീർക്കുവാൻ തിരുമേനിക്ക് മനസ്സാകണമേ. ഞങ്ങൾ അങ്ങനെ ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണമേ. കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് കർത്താവേ ഞങ്ങൾ ജീവിക്കുവാനും അത് ഞങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും ഉപദേശിക്കുവാനുമുള്ള ധൈര്യവും മനസ്സും അതിനുള്ള അഭിവാഞ്ചയും ഞങ്ങൾക്ക് നൽകി തരണമെന്ന് അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും അങ്ങെടുത്തോട് വിലങ്ങാകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.